തല്ലില്ലേ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചൊരു സംഭവമാണ് ഇമ്മാനൊന്ന് പ്രാങ്ക് ചെയ്യണം. വെല്ലിമ്മാക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാങ്ക് അടിപൊളി സാധനം കൊടുത്തു. പക്ഷേ ഇമ്മാക്ക് പറ്റിയ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇമ്മാൻ്റെ നമ്മൾ ഫീലിങ്സുമ്മ കയറി പിടിക്കണം. അതായത് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളെ പേരിൽ പൂച്ചാളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇമ്മാക്ക് ഇപ്പോൾ സ്നേഹം ഏറ്റവും കൂടുതൽ കോഴിക്കളോടാണ്. അതിലൊരു കോഴിനോടാണ് ഇമ്മാക്ക് ഏറ്റവും പിന്നെയും സ്നേഹം കൂടുതൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഇമ്മ എന്താ പറയുക, കയ്യിലൊക്കെ പിടിച്ച് നടക്കുന്ന കോഴിയാണ്. ആ കോഴിനെ നമ്മളിന്ന് അറക്കാൻ കൊണ്ടുപോവുകയാണ്. അറക്കാൻ കൊണ്ടുപോകണില്ല, അതിനറുത്ത് അതിൻ്റെ എന്താ പറയുക, അതായത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിനെ ഞങ്ങളോട് ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വേറെ കോഴിനെ, അതായത് നാടൻ കോഴിനെ കടയിൽ നിന്ന് ചെന്ന് വാങ്ങിക്കൊടുത്തിട്ട്, അതായത് ഇമ്മക്ക് കോഴികളെ ടേസ്റ്റ് അറിയാട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും മറ്റേ ഇറച്ചി കോഴിനെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലാവും എന്ത് അത് നാടൻ കോഴി അല്ലാന്ന്. അതുകൊണ്ട് നാടൻ കോഴിനെ തന്നെ ഞങ്ങൾ പറഞ്ഞു വെച്ചിക്കണ്. നാടൻ കോഴിനെ വാങ്ങി ആ കോഴിനെ നമ്മൾ ഇവിടെയാണ് ഒളിപ്പിച്ചൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഉള്ളിൽ ആ കോഴി എവിടെയെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ഉമ്മല്ലല്ലോടാ ഗൈസ്, അതാണ് നമ്മളെ കോഴി. എവിടെ? അവിടെ കണ്ടൊരു കോഴി കണ്ടില്ലേ? ഇവനാണ് നമ്മുടെ കോഴി. ഇമ്മ പറഞ്ഞാൽ കഴിക്കണ കോഴിയാണത്. അത് ഗൈസ് ഇമ്മ പറഞ്ഞാൽ കേൾക്കണ കോഴി, ഏറ്റവും പ്രിയപ്പെട്ട കോഴി. അതായത് ചില നേരത്തൊക്കെ ഞങ്ങളെക്കാട്ടിലും ഇഷ്ടമാണെന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി ഒരു സാധനമാണ്. കാരണം അത് വിളിച്ചു കഴിഞ്ഞാലൊക്കെ വരും. അത് ഗൈസ് അതിന് കുറച്ച് ടാസ്കുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇമ്മമാനെയും നമുക്ക് പെരിന്ന് മാറ്റണം. എന്നാലേ നമുക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടണം. അപ്പോൾ നമുക്ക് ഇമ്മമാനെയും ആദ്യം പെരിന്നുകൊണ്ട് മാറ്റാം. നമുക്ക് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഷയങ്ങൾ മാറ്റും. ഒപ്പം നിൽക്കൂലേ? സെറ്റ്. എന്നാ പിടിച്ചാ വാ. മമ്മ വരി വാ, നമുക്ക് പെരൻ്റെ അങ്ങോട്ട് പോവാം. പെരൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കാം. ഇമ്മാൻ്റെ ഒരു തേങ്ങ ഇതാണ്. എന്തേലും ഒന്ന് എടുക്കാൻ നേരത്ത് കോഴിക്കളെ വേഗം ആക്കി വരി. എന്തൊക്കെയൊന്നും പിടിച്ചില്ലേ? പിന്നെ എപ്പോൾ നോക്കിയാലും കഴിച്ച് വീട് എടുക്കാൻ നേരത്ത് ഉമ്മാക്ക് ഈ കോഴിക്കളെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ. എന്താ ആദ്യം പറയേണ്ടത്? അപ്പം അമ്മക്ക് ഓർമ്മല്ലേ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് എടുക്കേണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ഒറിജിനാലിറ്റി ഒക്കെ നമ്മൾ ഇതാക്കണം. ഡൗട്ടിലാക്കുള്ളൂ. വേഗം ആക്കി ഇമ്മമ്മ. ഇമ്മമ്മ എങ്ങോട്ടീ പോണ്? കുറേ നാളെ നമ്മളെ പെരൻ്റെ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് പെരൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി നമ്മൾ വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാത്തൊരു കാര്യമാണ് ഗൈസ്. നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ്, എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതല്ല ക്യാമറ ഇതാണ്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അവിടെ കോയിനെ കൂട്ടിക്കാക്കുന്നുണ്ട്. അതെ, ചില കുറച്ച് പട്ടികളുണ്ടടാ. 6 പട്ടികൾ രാവിലെ അതിലാണ് കയറിയുണ്ട്. ആസമുദ്രൻ്റെ പുറത്ത് കയറി വരും 6 എണ്ണം. ഇറ്റങ്ങളെ പണ്ട് തന്നെ 2 കോഴിക്കളൊക്കെ പിടിച്ചില്ലേ. അതുകൊണ്ട് പേടിയാണ് മക്കളെ. പട്ടികൾ പിടിച്ചോ? എന്തിനാ ഈ മെനക്കെട്ട് ഈ കോഴിക്കളെ വളർത്താൻ നിൽക്കണേ? ഒരു ഉപകാരമില്ല ഗൈസ്. നമുക്കേറ്റ അതിനെ മുട്ട തേങ്ങയും കിട്ടലില്ല. മുട്ട കിട്ടലില്ല. എനിക്ക് കിട്ടലില്ല. പീടിക്കും കൊടുക്കലില്ല. പിന്നെ എന്താവണം മുട്ടടൊക്കെ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടുന്നില്ലടാ. ഇപ്പം 4 ദിവസം കഴിയുമ്പോൾ നമുക്കുള്ളത് 2 ചെങ്ങൻകോയും 3 പെടക്കോയാണ് കേട്ടുള്ളത്. 4 പെടക്കോയോ? അതിലൊരു പെടക്കോയി പെറ്റിടക്കാണ്. പെറ്റിടക്കല്ല, മുട്ടയിടക്കാണ്. മുട്ട ഇടുന്ന ചെറിയ കുട്ടികളാണ്. അതെല്ലാം ഇടത്തരം കുട്ടികളാകണുള്ളൂ. പിന്നെ 3 എണ്ണം മുട്ട ഇടുന്നത്, 1 അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ 2 എണ്ണം മുട്ട ഇടുന്നുണ്ട്. അതിനിപ്പോ 4 ദിവസമായിട്ട് ഇടുന്നില്ല. 2 ദിവസം ഇടല് തുടങ്ങിയിരിക്കണിപ്പോ. ഗൈസ് നമുക്ക് ഏറ്റവും നല്ലൊരു ചെങ്ങൻകോയി അതിനെ എന്തോ പിടിച്ചുകൊണ്ട് കേട്ടോ. എന്തോ പട്ടി എന്തോ പിടിച്ചോണ്ടായി. അപ്പൊ ഗൈസ് നമുക്ക് നേരെ പെരൻ്റെ അങ്ങോട്ട് പോവാം. മമ്മടെ വരി. വാതിലോ? വാതിൽ ഇവിടെ നിറച്ചാ പോരെ? പിന്നെ ഉള്ളിൽ കൂടെ പോണടാ. അല്ലെങ്കിൽ കുട്ടിയിടാൻ പറ്റില്ല. ബേക്ക് കൂടെ പോയിക്കണം. ഗൈസ് എന്താ പ്ലാനിങ് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. എനിക്കറിയില്ല. കൊണ്ടുപോയിട്ട് മനി വെക്കും. എന്നിട്ട് അവിടെ എത്തുമ്പോൾ പറയും അല്ലെങ്കിൽ വേണ്ടെന്ന് പെരൻ്റെ വീഡിയോ എടുക്കണ്ട, നമുക്ക് ഫുഡ് ആക്കാന്ന് പറഞ്ഞിട്ട് പോയി കോഴി വാങ്ങിക്കൊണ്ടിരാന്ന് പറയും.
വിളിച്ചും ഭാഗത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഉമ്മമാൻ്റെ കഴിഞ്ഞിക്കിടുന്നുണ്ട്. ഉമ്മമ്മ ഒന്ന് ഇറങ്ങി. ഇനി പെരീത്തെ എല്ലാ സാധനവും കെട്ടിപ്പൂട്ടി. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല പേരൻ്റെ ഉള്ളിൽ. എന്നാലും പേരൊക്കെ പൂട്ടി കെട്ടിപ്പൂട്ടി വെക്കണ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണക്കട്ടാളാണ് അതിൻ്റെ ഉള്ളിൽ വെക്കണ. അരിയൊക്കെ ആയിരിക്കും കോഴി എടുത്തോണ്ടോ, കോഴിനൊക്കെ കൂട്ടിലാക്കി. പിന്നെ ആരാണ് എന്താ അടച്ചോടപ്പ്? ഇതിപ്പോ കാഴ്ച കള്ളന്മാർക്ക് വാടുന്നുണ്ടല്ലോ, ഒരു കമ്പിപ്പാൻ എടുത്തിട്ട് കുത്തിയപ്പോ അതിന്റെ ഉള്ളിൽ കയറി അത് പോയി. ആവശ്യമൊന്നുമില്ല, കമ്പിപ്പാന്റെ ആവശ്യമല്ല, ഒന്ന് ചവിട്ടിയാ മതി. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഓട് ഇതാക്കിയാൽ മതി. എല്ലാം നമ്മളെന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ കയറേണ്ടി. ഇമ്മ ഒന്ന് ഇറങ്ങി. ഇനി ഇമ്മാക്ക് എന്താണ്? ആ നീ വേഗം ഇറങ്ങി. അപ്പൊ ഗൈസ് നമ്മള് നേരെ പെരന്റെ അങ്ങോട്ട് പോകാൻ പോണേ. ഇനി ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങളെ പെരന്റെ അങ്ങോട്ട് എത്തി. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ഇതാണ് നമ്മളെ പെരന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് മുറ്റാണ് ഗൈസ്. ഇവിടെ നമ്മളിനി കല്ലൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ അമ്മമ്മ? കല്ല് ഇടണം, ആകെ പണിയാണ്. വൈദ്യുതി നേരാക്കണം, പേരാനൊക്കെ പണിയാണ്. ഒക്കെ പണിയാണ്. ഈ മഴയൊന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ വാർപ്പിൻ്റെ ടൈമൊക്കെ മഴ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി കുറേ അങ്ങനെ പണിയാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുന്നത്. എല്ലാം ശരിയാവട്ടെ. ഒരു പജിനെങ്ങാനും അവിടെ കെട്ടിയാലേ ഔത്തുനിന്ന് വെള്ളം ഇറക്കാം. ഇവിടെ പുല്ല് വളർന്നു. ഇപ്പൊ 3 പ്രാവശ്യം ഇവിടുന്ന് പുല്ല് പറിച്ചതാണ് ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന്. എന്നിട്ടിപ്പോ എന്താ, എന്നിട്ട് പിന്നെയും കാടായി. ഒറ്റക്ക് കയറാൻ പേടി അതിൻ്റെ ഉള്ളിൽ. അല്ല ഇതാക്കണോ വ്ളോഗ്? വേറെ എന്തെങ്കിലും ആക്കണോ? എന്നും ഫുഡിന്റെ വ്ളോഗ് അല്ലേ? വേണ്ട, വേറെ എന്തെങ്കിലും ആക്കാം. പെരിക്കണോ? ഇത് വെറുതെ പൊട്ടന്മാരെ വായിക്കും ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പൊ കാടിന്റെയും പുല്ലിന്റെയും പറഞ്ഞു, ഇനി എന്താ പേരന്റെയും പറഞ്ഞു, ഇനി എന്താ പറയുന്നത്? എന്താ ചോദിച്ചാല് കൈക്കോട്ട് വരുന്നതൊക്കെ ചെട്ടിക്കളെ. ഈ പണിയല്ലാതെ അല്ല പിന്നെന്താ, കാട് കളയാൻ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. കാട് കളയാൻ പണിയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കാം. പ്ലാനൊന്ന് ചെറുതായിട്ട് മൂഞ്ചി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇമ്മാനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പെരീക്ക് വരുന്ന ടൈം കൊണ്ട് ആ കോയിനെ പിടിച്ചിട്ട് കൂട്ടുന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാം പാളി. ഇമ്മി ഞങ്ങളെ പിന്നാലെ തന്നെ പോന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റിയ ടൈമാണ്. ഇമ്മി കടന്നുറങ്ങിക്കണ്. അത് ഏകദേശം ഒരു 3:30 മണിയേക്കണ്. ഇപ്പോൾ കടന്നുറങ്ങിക്കണ്. അതുകൊണ്ട് ഒച്ച ഉണ്ടാക്കാതെ വേണം നമുക്ക് കോഴിക്കോട് നിന്ന് കോയിനെ എടുക്കാൻ. ഇനിയിപ്പോൾ അതാണ് പരിപാടി. ആകെ ഇതാണ് നമ്മളെ അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഇതിലെങ്കിലും പിടിച്ച് കയറും ഗൈസ്. മുണ്ടാതെ വാട്ടോ, മുണ്ടാതെ വാ. അതിൻ്റെ ഉള്ളിൽ കിടക്കാണെന്ന് അതിൻ്റെ തൊള്ള പൂട്ടിയിട്ടില്ലേ? അന്ന് വായിച്ചില്ലേ? പടച്ചോനെ പോലെ ഇതിനുള്ളിൽ ഉണ്ടാവില്ലേ? പാറിപ്പോവോ? അതൊന്നും പാറൊന്നുമില്ല ഗൈസ്. നമ്മളെ ചെറുക്കനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറ്റിയിട്ടിക്കണേ. ഇനി എന്താ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനോട് പറയാം, ഇനി നമ്മൾക്ക് ചിക്കൻ കറിയോ ചിക്കനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് എടുക്കാമെന്നാണ് പറയണത്. നമുക്ക് നേരെ ഉമ്മാനോട് അങ്ങനെ ചെയ്യാൻ പറയാം. നേരെ ചിക്കൻ കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നേരെ കടയിൽ പോയിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കൊണ്ടിരും. അപ്പോൾ അതാണ് നപ്പാ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ്, ഇമ്മ നമ്മളോട് പറഞ്ഞിരിക്കണ് ഒരു സാധനം ട്രൈ ചെയ്യണമെന്ന് അല്ലേ? എന്താ ഉമ്മ ഉണ്ടാക്കാൻ പോണെന്ന്? ചിക്കൻ കുറുമ. ചിക്കൻ കുറുമി പത്തിരി
ചിക്കൻ കുറുമയും പത്തിരി. അതാണ് ഗായ്സ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അതിനിവിടെ ചിക്കൻ ഇല്ല. ചിക്കൻ നമുക്ക് അവിടെ പോയിട്ട് ഉപ്പടെ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടുവരണം. സാധനം വാങ്ങിക്കൊണ്ടിട്ട് ഉമ്മ കൂട്ടൂലേ? കൂട്ടും. ആ ഇവിടുത്തെ ഉള്ളു ഞാൻ കൂട്ടാത്ത, അല്ലാത്ത പുറത്തുനിന്ന് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ കൂട്ടും. ആ ഇമ്മ പറയണേ ഗായ്സ് ഇവിടുത്തെ ചിക്കനാണ് ഇമ്മ കൂട്ടാത്തത്, പക്ഷെ പുറത്തുനിന്ന് വാങ്ങണ ചിക്കനെ ഇമ്മ കൂട്ടുള്ളൂന്ന്. അങ്ങനെ നമ്മൾ വളർത്തിയത്. ഞാൻ കരുതി ഇവിടെ വെച്ചുണ്ടാക്കണം ഉമ്മ കൂട്ടൂലെന്നാ കരുതി. ഇവിടെ വെച്ചുണ്ടാക്കണല്ല ഗായ്സ്, ഇമ്മ ഇവിടുത്തെ ചോറ് കൂട്ടാനാണ് അല്ലേ, ഇവിടുത്തെ ചിക്കൻ കൂട്ടാനാണ്. അപ്പൊ ഗായ്സ് നമുക്ക് വേഗം പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടിരാം. പോയി പോയി വാങ്ങിക്കൊണ്ടിട്ട് ചിക്കന് തേങ്ങ ആ കിഴങ്ങ് ആ ചിക്കനും തേങ്ങയും കിഴങ്ങും അത് മാത്രം മതിയോ ഗായ്സ്? ചിക്കൻ തേങ്ങ കിഴങ്ങ്. ഓക്കെ എന്നാ പോവല്ലേ? ഞാൻ പോരണല്ലോ. ഞങ്ങൾ പോയി വാങ്ങിക്കോ. എന്നാ കഴിച്ച് നമുക്ക് പോയി വാങ്ങിക്കൊണ്ടിരാം. മാനിമ്മമാനെ വിശ്വസിപ്പിച്ചാൻ വേണ്ടിയിട്ട് വെറും കയ്യോടെ കോഴിപ്പിടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിക്കും അവിടുന്ന് വാങ്ങിക്കൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണില്ല. കാലി എന്തെങ്കിലും ഒരു ചാക്ക് എന്തെങ്കിലും പൊതിഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡൗട്ട് അടിച്ചില്ല. അപ്പം അങ്ങനെ നോക്കി നോക്കാം. ഞാൻ പോയിട്ടൊരു ചാക്ക് ഉണ്ട് നോക്കട്ടെ. അതിനെ കൊടുത്ത് വേറെ വാങ്ങിക്കൊണ്ടാണ്. വണ്ടി പോവാതെ കൂട്ടി പോയി നോക്കിക്കോട്ടെ. ഗായ്സ് ഇമ്മാക്കിപ്പോൾ ഒരു സൂചന കിട്ടിയിരിക്കണ്. ഇത്രയും നേരം ഒരു സീരിയസ് ആക്കി എടുത്തിട്ടില്ല. പക്ഷേ ഗായ്സ് ഇപ്പോൾ ഒരു സൂചന കിട്ടിയിരിക്കണേ. ഒന്ന് ടെൻഷനാക്കി നമ്മൾ ഒരു തരി ഇട്ട് കൊടുത്തിക്കണേ. ഞാൻ നമ്മൾ വരുമ്പോഴത്തേന് നല്ലൊരു ടെൻഷനാവും. പോയി നോക്കാം എന്തായാലും. ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അർഷാദേ ചിക്കല്ലേ നാടൻ ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ആ എന്നാ എടുത്തോ. ഏത് അല്ലാ അത് പറയണ്ട ഗൈസ്. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയ കാര്യമാണ് പറയണത്. അത് ചെറുതായിട്ട് പാളിയിട്ടുള്ള അതിന് ഇരുമ്പിന്റെ ബക്കറ്റോ? ആ ഏതെങ്കിലും എടുത്തോ. എൻ്റെ ഇഷ്ടത്തിന് എടുത്തോ. നമുക്ക് ഈ നാടൻ കോഴികളെ പറ്റിയൊന്നും അറിയില്ല അല്ലേ? ഗൈസ് ഇമ്മ 2-3 വട്ടം പെരിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫോണിക്ക് നല്ല വിളി വിളിച്ചിക്കണ്. നമ്മൾ എടുക്കണ്ട, കുറച്ച് ടെൻഷൻ ആവട്ടെ അല്ലേ? ചെന്ന് നോക്കൂലേക്കാരം അപ്പുറത്തെ പെരിക്ക്. ഗൈസ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പണി പാളി. ചെന്ന് നോക്കാൻ എന്നാ മതി. ഏയ് അതിനുള്ള അന്തൊന്നും ഉണ്ടാവില്ല. അപ്പം എത്ര വരും? ആ എടുത്തോ. ആ അടുത്തോ. ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് തന്നാൽ മതി. ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നാൽ മതി. സാധാ പോലെ. ഗൈസ് വിളിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. സ്വൈര്യം അല്ല തോന്നുന്നുണ്ട്. കോഴിനവിടെ കാണാനല്ലോ. ഉമ്മാൻ്റെ പൊന്നും കെട്ടായ കോഴിയാണ് ഗൈസ്. വിളിച്ചോണ്ടേ നിൽക്കുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. ഒന്നല്ലെങ്കിൽ നല്ലൊരു ചീത്ത കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ കരയും. ഇതിലേതെങ്കിലും ഒന്നും നടക്കും. എന്തായാലും അതാ ഇനിയും വിളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ആ ചാക്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ചാക്കിൽ അവിടെ കയ്യിൽ നിന്നൊരു പെട്ടെന്ന് എടുത്തതല്ലേ ഒരു പുതപ്പ് കിട്ടി. ആ പുതപ്പ് ഇതിലിട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ട് എന്ന് അറിയണമല്ലോ. അല്ലെ കാലി കൊടുക്കാൻ മണ്ടി കഴിഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗൈസ് കുറച്ച് ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്താണ്. നമ്മളത് നമ്മൾ കോഴിനെ ഫുള്ളായിട്ടാണ് കട്ട് ചെയ്യണില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, നാടൻ കോഴിയാണോ അതോ എന്താ പറയുക മുട്ട കോഴിയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണുള്ളൂ. അതായത് നാടൻ കോഴിയാണെന്ന് അറിയുന്ന രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണിച്ചു തരാം. എവിടെ അതല്ലേ നമ്മൾ സാധനം, അത് സാധനം കാണിച്ചെന്നാ അതാണ് കേട്ടോ ഗൈസ്. നമ്മളെ സാധനം 2 കഷ്ണാക്കി വെച്ചിരിക്കാണ്. ഇത് കണ്ട ഉമ്മാൻ്റെ ജീവൻ പോവും. എന്താ പറയാ, നമുക്ക് കണ്ടോക്കെ ഗൈസ്. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ അവിടെ അടി അടക്കും. ചിക്കൻ വാങ്ങിയിട്ട് ഇനി നേരെ പെരീക്ക് പോകാൻ നോക്കണില്ലേ? ഞാൻ അവിടെ എത്തിയിട്ട് കാണാൻ നമുക്ക് ബാക്കി എന്താന്ന് അവസ്ഥ കണ്ടന്റ് നോക്കാം. ഗൈസ് നമ്മൾ പെരെത്താനായി. ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വലിച്ചെറിയണം. ഗൈസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താ ഉണ്ടാവാൻ പോണേ നമുക്കറിയില്ല. ആ മടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്.
ഇമ്മ തല്ലില്ലേ ഇമ്മ തല്ലില്ലേ ഇമ്മ തല്ലില്ലേ തല്ലല്ലേ ഞാൻ പറഞ്ഞില്ലേ ബാബാ ഇമ്മ കൊന്ന പാവം തിന്നാ തീരും ഉമ്മ കൊന്ന പാവം തിന്നാ തീരൂലേ എന്തായാലും ഈ കോഴിക്കളമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ കോയിനെ എന്തായാലും ഇറക്കേണ്ടിയല്ലേ ഇമ്മ കളിച്ചല്ലേ കരയല്ലേ ഉമ്മ കരയല്ലേ അടങ്ങി നിക്കുമ്മ അടങ്ങി നിക്ക് ഇല്ലമ്മ അടങ്ങി നിക്ക് ഞാൻ പറയണൊന്ന് കേക്ക് കറിയണ കേക്ക് പറയണ കേക്കുമ്മ തല്ലല്ലേ പറയണ കേക്ക് ഉമ്മ അടുക്കള കൊണ്ടുവച്ചാ വേണ്ട അടുക്കള കൊണ്ടുവച്ചാ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ അമ്മ കരിഞ്ഞ സീനാക്കുന്നു ഒന്ന് പറഞ്ഞാലോ എങ്ങനെ ആയിട്ടില്ല പറഞ്ഞൂടേനു എന്ത് പെട്ടെന്നാക്കണല്ലേ എന്ത് ചെയ്യാനാ എന്തായാലും കോഴികൾ ഇറക്കാനുള്ള തന്നെയല്ലേ ആകെ ഒരു ചങ്ങല 5-6 പാട്ടുള്ള അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് കോഴികളെ കറക്കാനുള്ള തന്നെയല്ലേ കാര്യമല്ല എന്തായാലും അറിഞ്ഞ ആ കോയിനപ്പോ കാട്ടുന്നരുത് ഒന്ന് കരച്ചിൽ നിർത്തിന്റെ അമ്മ ഞാൻ പോയി അതിനെടുത്തോണ്ടോ മരുന്നക്ക് എടുത്തോണ്ടിരുമ്പോ നിക്കണേ ഉമ്മ എന്തേലും പറഞ്ഞ് ഇതാക്കി ഞാൻ എന്ത് ചെയ്യാനപ്പോ ഞാൻ എന്താ പറയണത് ഓളങ്ങനെ ആ കോയിനെ വിളിച്ചങ്ങളൊക്കെ കാണണല്ലേ എവിടെ സർപ്രൈസ് ആയി കൊണ്ടുവന്നല്ല അതിനെന്താണ് ചെങ്ങനെ കോയി തന്നെ വേണ്ടേ ഉമ്മ കരയല്ലേ ഉമ്മ കരയല്ലേ ഇത്രയും പട്ടയൊക്കെ ഒരു കോഴിയാണത് പറഞ്ഞാൽ കേൾക്കുന്നത് കോഴി നിങ്ങൾ കണ്ടില്ല അതിനാട്ടിയപ്പോ കൂട്ടുകാരിയാണപ്പോ കോഴി കൂട്ടുകാരന് ഇത്രയും കണക്കല്ലൊരു കോഴി മനുഷ്യന്റെ മാറ്റാണ് ആ കോഴി എന്നാലും എന്നാലിപ്പോ എന്താ തിന്നാൻ വേണ്ടേ അങ്ങനെ വെച്ചുണ്ടാക്കാൻ എന്തേലും വേണ്ടേ ഇവ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യണ് ഇമ്മ ഇങ്ങനെ കരഞ്ഞ് സീനാക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ഇമ്മ ഇങ്ങനെ കരിയെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ കരിയിപ്പിച്ചണ്ട കൊടുക്കാം കുറച്ചുകൂടി വേണ്ട ഇപ്പൊ തന്നെ ആകെ കരഞ്ഞിക്കണേ ആണോ ഞങ്ങൾ പോയപ്പോ തുടങ്ങിയ കാര്യത്തില്ലേ ഞങ്ങൾ പോയപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കണം കോയിനെ ഇവിടുന്ന് കൊണ്ടുപോയത് കോഴി അനു അടച്ചം പോയി തിരിച്ചു എന്നിട്ട് വിളിച്ച് പോയിട്ട് അതിന് കോഴിയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലായത് കോഴിനെ കൂട്ടിൽ നോക്കി എങ്ങനെയാണ് അവ കോഴിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കോഴിനെ കൂട്ടിൽ നോക്കിയോ ആ അതിന് കൂട്ടിലൊക്കെ നോക്കി ആണോ ആ അത് സാറിൽ ഇനി എന്തായാലും അതിനെ തിന്നാ അല്ലാതെ നമുക്ക് വേറെ നിവർത്തില്ല ഉമ്മ തിളപ്പിച്ചാൽ നിക്കല്ലേ എന്തായാലും ഇപ്പൊ ഞാൻ അതിനെ തിന്നേണ്ടി വരും അല്ലാതെ പറ്റൂല ഉമ്മ തരില്ല തരില്ല
തരില്ല. ഇത് വേറെ കോഴിയാണ്, ഇത് വേറെ കോഴിയാണ്, ഇത് വേറെ കോഴിയാണ്. ശ്വാസം നേരെ വീണു. പാവാണ് കാട്ടിക്കണ്ട് കുട്ടീനെ. ഇത് പൊന്നിനെ ഒന്ന് ഇറക്കാനും കൊണ്ടേക്ക്. ഞാൻ എപ്പ തുടങ്ങിയ കരച്ചല പറഞ്ഞു വെക്കണ കുട്ടി. അടിയെത്തണം കിട്ടി, അടിയെത്തണം കിട്ടി. അടി കിട്ടിക്കണ് നല്ലോണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പാടയിക്കണ് തോന്നുന്നുണ്ട്. ഫോണ് വിളിച്ചിട്ട് എടുക്കണ്ടേ? എപ്പ തൊട്ട് വിളിച്ചാണ് ഞാനറിയോ ഒരു കോഴിക്ക് ഇങ്ങനെ തന്നെ. ഇത് പറഞ്ഞാലേ അങ്ങനെ എടാ ഇത്രയും കോഴിക്കളെ അടിയൊക്കെ ഒരു കോയിലാണ്. അത് മറ്റീനാണെങ്കിൽ വെജാണ്. എന്നിട്ട് ഐറ്റങ്ങള് തിന്നാതെ ഐറ്റങ്ങളൊപ്പം വിളിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോയി. പാവാണ്. എവിടെയാണെങ്കിലും ഇവിടെ കുഞ്ഞാ അമ്മച്ചി മാമൻ ഏത് കാട്ടിലാണെങ്കിലും വിളിച്ചാൽ വരും. ഈറ്റങ്ങളൊക്കെ മേടിച്ച് നടക്കണ ഈ ഒരു കോഴിയാണ്. ഞാൻ ഇവന് ഇത്രക്ക് ഇത്രക്ക് പൂതിയായി എഴുതി മാണവിലാച്ച അതിന് എനിക്ക് ഇറക്കാനി കേട്ടോ. ആ ഇവിടെ എവിടെയാണ് പാത്തേച്ചീന്? അവിടെ താഴെ പരി പോയി പൂട്ടിട്ടു. എത്ര നേരം മനുഷ്യന് തലവേദന എടുത്തു. പോയപ്പോ തൊട്ട് ഞാൻ കരിയാണ് അറിയോ. വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. ഫോൺ കഴിഞ്ഞാൽ മനസ്സിലാവൂലേ? തന്നെ അതിന് അർത്ഥം ഞാൻ താഴത്തെ പെരക്കാരൊക്കെ എന്താ കരുതിയാവൂലേ? അവിടെ അടി നടക്കണുണ്ടെന്ന് നീക്കാൻ കരുതി. ആണ് കരുതട്ടെ. സമാധാനമായപ്പോ എന്ത് കോയിനൊക്കെ ചെറുച്ചിനൊക്കെ കരച്ചില് വരുന്നു, ചെറിയ വരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അക്ഷയന്ന് പൈസ എടുത്ത് തരാം, 2000 ഉറുപ്പ എടുത്ത് തരാറുന്നു. മാന്റെ ആറിനോണ്ട് കോയിനെയും കൊണ്ട് പോയിച്ച അതിന്റെ ഒച്ച എപ്പോഴേ നിങ്ങൾ ചാക്കിലാക്കി വെച്ച്? ചാക്കിലതിനെ ആക്കിയിട്ടില്ലേ? ആ ചാക്കി ഞാൻ കൊണ്ടത് വെറും കാലിച്ചാക്കാണ്. അത് അവിടെ പിടിച്ച് എറിഞ്ഞിക്കണേ. കോഴി എവിടെയാണ്? കോയിനെ അവിടെ താഴെ പെരിയിൽ കെട്ടിട്ടു, കൂട്ടിലിട്ടു. അല്ലേ വിശ്വസിക്കണ്ടേ? അല്ല ഇവിടുന്ന് വെറും കൈയോടെ പോയിട്ട് ചിക്കൻ കോയിനെയൊക്കെ നമ്മള് പെരഞ്ഞ അങ്ങോട്ട് പോയില്ലേ, അപ്പൊ ഞങ്ങൾ ആ കൂട്ടി കയറ്റിട്ടിക്കണ്. എവിടെ കൂട്ടില്? ആ ഇമ്മ ആ കൂട്ടി കയറ്റിയില്ലേ? ആ ഇമ്മ അവിടെ പോയി കടന്നില്ലേ? ആ അപ്പൊ ഞാൻ കൂട്ടി കൊണ്ടേ ഇട്ടു. പോയി വന്നിട്ടേ കാര്യം ആ വന്നിട്ടാ കാരണം. ആ പ്രാങ്ക് ചെയ്യാനാണ് ഗൈസ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഇത് ഒരുമാതിരി എട്ടിന്റെ പണിയായി പോയി. ഗൈസ് ഇവിടെ പാടയിക്കണ് മാണ്ടിക്കണ്. എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് ഉള്ളിക്ക് കിട്ടിയിട്ടില്ല. അത്യാവശ്യം കുറച്ചുണ്ട്. എനിക്ക് നല്ലൊരു ഏറിട്ടി ഗൈസ്. ഏതാ ഇതുകൊണ്ടാണ് തോന്നുന്നു കിട്ടിയത്. ആ വടി കൊണ്ട് പിന്നെ ഓന്റെ മേല് വന്നാൽ എന്ത് കിട്ടി കഴിഞ്ഞാലും പെട്ടെന്ന് കറക്റ്റ് അറിഞ്ഞാണ്. കുറച്ച് ദൂരെയാണ് ഞാൻ, എന്നാലും നല്ല കിട്ടി. എന്താണ് അങ്ങനെ വളർത്തിയ ഞാൻ അത് വിചാരിച്ച് തിന്നാൻ എന്തേലും വേണ്ട ബാക്കിയുള്ളവർക്ക്. തിന്നണ്ട പിന്നെ പട്ടണക്ക് പെട്ടെന്ന് കൊണ്ടുപോയി കൂടെ. അപ്പൊ അത് കൊയ്യല്ലേ? ആണ് അത് ആ നമ്മള് കൊണ്ടപ്പോ ചിക്കൻ എടുത്താണ്. ആ ചിക്കൻ കണ്ടിട്ടോ. കോയിനെ കണ്ടപ്പോ അതിന്റെ ചറകൊക്കെ കണ്ടപ്പോ തന്നെ കരുതി നിങ്ങൾ ഏതായാലും കൊണ്ടുപോയി ഇറക്കാനോ അതിനർത്ഥം ഒന്നും തന്നെ സത്യമായിട്ട് ഞാൻ കരുതിയത്. എന്താ വിചാരിച്ച ആ ടൈമിൽ മാന്റെ എക്സ്പ്രഷൻസ് അതിപ്പോ എങ്ങനെ അറിയണ അർത്ഥം? അതും ചെങ്ങൻ കോഴി തന്നെയാണ്. അല്ല കൂടിറന്നപ്പോ കണ്ടല്ലോ. നിങ്ങൾ പോയിക്കണ ഇത് വലിയ ചങ്ങനാ തോന്നുന്നു. ഇത് മറ്റേ പെട്ടക്കോയില്ല മുട്ടട്ട് ഇതായി കിടക്കണേ നമ്മളെ. പിന്നെ ഇത് വേണ്ടേ? അല്ലേ അയെ പിടിച്ചണ്ട. അല്ല പെട്ടക്കോയാണ്, അതാ മുട്ടക്കോയാണ്. ഇങ്ങോട്ട് വാ. ഇവിടുന്ന് കോഴിക്കളെ ഒന്നും കൊണ്ടേയില്ല. കണ്ടു പറ്റൂലോ. വേറെ ആരും നമ്പിയാലും നമ്മളെ നമ്പൂല എന്നാ ഇമ്മ പറഞ്ഞത്. ഇല്ല കൊണ്ടുപോയിട്ടില്ല. കോഴിയല്ല, നമ്മൾ അവിടുന്ന് വാങ്ങിയാണ്. അവിടുന്ന് വാങ്ങിയ ചെങ്ങൻ കോഴിയാണ്. ഇവിടുത്തെ അല്ല. ഇങ്ങോട്ട് പോര്. അല്ല എന്റെ അമ്മ എല്ലാരും ഉണ്ട് ഇവിടെ. ഇത്ര വലിപ്പല്ല കോഴിയൊന്നും ഇവിടെ അല്ല. ചങ്ങ കഴിഞ്ഞാല് ആണോ? ഉമ്മമ്മക്ക് അറിയാം. ഞാനേ കുത്തിരിക്ക് എന്തായാലും ഈ അറുത്ത് കൊണ്ടുവന്നാ ഞാൻ ഒന്നും ഉണ്ടാക്കി തരൂല. എടുത്ത് വലിച്ചെറിയുന്ന തന്നെ കരുതി. എന്നിട്ടോ? ആ തിന്നണ്ട, അങ്ങനെ തിന്നണ്ട. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മനസ്സിൽ ചട്ടിയോർക്ക് എടുത്ത് എറിയുന്നെത്തി. എന്നിട്ട് വേറെ എന്തേലും വേറെ നല്ല തല്ലും തരും. എന്നിട്ട് തല്ലി കഴിഞ്ഞ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് തിന്നാലേ ആ ചാറ്റില് തല മുക്കും. രണ്ടാൾക്ക് കരുതി ഞാൻ.
അല്ല അമ്മ ഞങ്ങളോട് മുണ്ടില്ലാന്ന് നമ്മള് വളർത്തിയ കോഴികളെ നമുക്ക് അറക്കാൻ ഉള്ള അത്രക്ക് ഇതൊന്നും നമുക്ക് മനഃശാശി ഇല്ലാത്തവരൊന്നല്ല നമ്മള് അയറ്റാളെ നമ്മളങ്ങനെ എന്താ അറിയോ? ഇപ്പൊ എന്തെങ്കിലും സുഖം വന്ന് ചത്താ തന്നെ എന്തെങ്കിലും അസുഖം വന്ന് ചത്താ തന്നെ നമ്മള് കുഴിച്ചിടല്ലാതല്ലേ എല്ലാവരും കോഴിക്കളെ വളർത്തും പോലെ ഇവിടുത്തെ കോഴിക്കള് നമ്മള് വിളിച്ചാ വരും കൂട്ടുകയറാൻ പറഞ്ഞാൽ കൂട്ടുകയറും. ഒരു ദിവസം കുറച്ച് താലോലിച്ചല് കൂടുതലാണ് പറഞ്ഞാല് ഇന്റെ ലിമു ചത്തി പിന്നെ എനിക്ക് ഇവനെങ്ങനെ എപ്പോഴും എടുക്കും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോ ആ കോഴി ഗായ്സ് വിളിച്ചു കഴിഞ്ഞാൽ വരും. അതായത് വേറെ ഒരു കോഴിക്കളും അങ്ങനെ കാട്ടില്ല. ഞാൻ കാണിച്ചു തരാം. പിടിച്ചാ ഇത് പിടിച്ചാ ഫോൺ പിടിച്ചാ ബാ 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 ഇനിയിപ്പോ വരുവോ ബാ ബാ അങ്ങനെ വരുന്നല്ല എന്നാലും പിടിച്ചാ നിന്ന് തരും. ബാ ബാ ആ ബാ അന്നെ ചീത്താറിന്റെ മോനെന്ന് അറിയിക്കാലോ. ആ കണ്ടില്ല. വേറെ ഒരു കോയിനും ഗായ്സ് നമുക്ക് ഇങ്ങനെ കിട്ടൂല. വേറെ ഒരു കോഴി നമുക്ക് നിന്ന് തരൂല ഇങ്ങനെ പിടിച്ചാന്. ഇപ്പൊ നമ്മള് ചെറുക്കനാണ് അല്ലേ ചാക്കിലിട്ട് കൊണ്ടുപോയി അല്ലേ? പിന്നെ പൂവൊക്കെ നോക്കൂ ഗൈസ്. വലിയ പൂവല്ലേ? നോക്കൂ ഗൈസ്, നല്ല ചെക്കനാണ്. ഇതിനെ അറക്കാൻ കൊണ്ടുപോയി. പിന്നെ കൊല്ലിയൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. അറക്കാൻ പറ്റിയ സൈസ് അല്ലേ? നല്ല ചൂടുണ്ട്. ചെക്കൻ പേടിച്ചോ? ഇജ്ജ് പേടിച്ചോടാ ചെങ്ങായി? വളരെ കൂട്ടിലിട്ടിക്കല്ലേ എന്നെ നമ്മൾ ഇറക്കൂലല്ലോ അല്ലേ? ഇജിപ്പടുത്തെ വലിയ ചങ്ങായിയാണ്. ഇവിടുത്തെ മൂത്ത ചങ്ങായി കൊണ്ടിട്ടാ നിങ്ങൾ പോയിക്കോ. ആരെ കൂട്ടിലെ കുട്ടി പാടെ ദക്കണേ ഇവിടെ ഈ താഴെ പേരിലിട്ടു. ഇവിടുത്തെ കക്കൂസിൽ അപ്പുറത്തെ വലിയത്തെ ആ റൂമിലിട്ടു കൊണ്ടുപോയി പൂട്ടിട്ടു. അപ്പൊ ഉമ്മാക്ക് നമ്മൾ ഇന്നത്തെ പ്രാങ്കിനെ പറ്റി എന്താ പറയാനുള്ളത്? മനുഷ്യനാകെ ബേജാറായി. തല്ലും അല്ലും വരുത്തായോ ഞാൻ ഞാൻ 2 പാന്റ് ഇട്ടിക്കണം, 2 ട്രൗസർ ഇട്ടിക്കണം. ഉറപ്പാണ് ഗൈസ് തല്ല് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ 2 ട്രൗസർ ഇട്ടിക്കണം. തെരുവോട്ടിനെ തല്ലിക്കൊല്ലണമെങ്കിൽ തല്ലിയിട്ട് എന്നിട്ട് വേദന എടുത്തോണ്ട് കുട്ടിക്ക് അല്ല വരുത്താവുള്ളൂ. എന്നാലും ഞാൻ ഇങ്ങനെ കൊടുന്ന വെട്ടാതെ വെട്ടാതെ ഇത് അറിയണ്ടേ അല്ലെ? നുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൻ കോഴിയും തമ്മിൽ അറിയില്ലല്ലോ. ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാക്കും അറിയാം. അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടപ്പോ തന്നെ എന്റെ ഉള്ളു പടഞ്ഞു. ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നിക്കണേ. ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ? ചെങ്ങൻ കോഴി ആണ് അതെങ്ങനെ തന്നെ കൊണ്ടുവന്നത്. തേങ്ങും തേങ്ങൊന്നും ഇല്ല. നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയല്ലോ. അതിന് ഉമ്മാക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയതല്ലേ. തേങ്ങ ഉണ്ടോ? അങ്ങനെയെങ്കിലും തെങ്ങിനെ കൊണ്ട് ഉപകാരം. എങ്ങനെ ഇമ്മ കാഴ്ച എന്തൊക്കെ അടിച്ചു പൊടിച്ചിട്ടുണ്ടല്ലേ? അത്രക്ക് സ്നേഹിച്ചാണ് എന്റെ മനസ്സിൽ. ഞാൻ എന്തിനേലും സ്നേഹിച്ചാണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാ. ആ ലിമു ചത്തിട്ട് കണ്ടില്ലേ? പണ്ട് നമ്മളൊരു പോത്തിനെ വളർത്തിനല്ലോ. ആ പോത്തിനെ കൊടുത്ത വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. ആ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. അറക്കാൻ കൊടുക്കുമ്പോ ഭയങ്കര വലിയ ഇടങ്ങേറാണ്. ഞാൻ കാഴ്ച അത്യാവശ്യം കുറച്ച് ടൈം ആക്കണമെന്ന് വിചാരിച്ചിന്. പക്ഷെ എനിക്ക് ഇമ്മാന്റെ കാട്ടിക്കൂട് കണ്ടപ്പോ എനിക്ക് പേടിയായി. അതാ ഞാൻ വേഗം വണ്ടി പോയിട്ട് ആ കോയിനെ എടുത്തോണ്ടേ. നമ്മൾ കറി വെക്കാനോ വിചാരിച്ചിനെ. കറി വെച്ചിട്ട് ഉമ്മ തിന്നോണ്ടിരിക്കുമ്പോഴാണ് പറയേണ്ടത് അല്ലേ? അങ്ങനെയാണ് കാഴ്ച നമ്മൾ വിചാരിച്ചത്. പക്ഷെ വിചാരിക്കാതെ എന്തൊക്കെയാണ് നടന്നത്. ഇവിടെ ഒഴിഞ്ഞിരിക്കാണെങ്കിൽ അതിനെ വിളിച്ചോ മടിയിലൊക്കെ വെച്ചിരിക്കും. അങ്ങ് കാട്ടുന്ന കോഴിയാണ് അതേ. സാറിൽ എന്തായാലും കാഴ്ച നമ്മളെ വീഡിയോ ഇവിടെ എല്ലാരും ഒന്ന് അറിയിക്കട്ടോ. അതായത് കമന്റിൽ രേഖപ്പെടുത്തി മിക്കവാറും കുറ്റേക്കാരം എന്തായാലും കുറ്റം തന്നെ ആയിരിക്കും. പിന്നെ ഗൈസ് വീഡിയോ മൊത്തമായിട്ട് കാണുന്നിട്ട് കമന്റ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ ഇടയിൽ അതെ തുടക്കം മാത്രം കണ്ടിട്ട് അർത്ഥം പറഞ്ഞിട്ട് എന്തായാലും നെഗറ്റീവ് കമന്റ് ചെയ്യിക്കാരം. എനിക്ക് മിക്കവാറും അതിനെ കാര്യം ഉമ്മാനെ എന്തിനാണ് കരീപിച്ചത് ടെൻഷൻ ആക്കിയത് പറഞ്ഞിട്ട് കാര്യം ഗൈസ്. വെറുതെ ഇമ്മാക്ക് നമ്മൾ ഇന്നേ വരെ ഒരു പണിയും കൊടുത്തിട്ടില്ല. ആയിക്കൂടെ സുഖിച്ച് പാറി നടക്കുകയാണ്. ഇന്നാൾ ഇമ്മമ്മാനെ പറ്റിച്ച അത്രക്കൊന്നും ഉമ്മാക്ക് കിട്ടിയിട്ടില്ല. ഇമ്മമ്മാനെ ഗൈസ് അവിടെ പോയതിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ആ പാലത്തമ്മ കൂടെ നടത്തി അവിടെ തെറ്റി പിരിഞ്ഞിട്ടാണ് ഇമ്മമ്മാനെ നമ്മൾ ഇതാക്കിയത്. പക്ഷെ ഇമ്മാക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. എനിക്കറിയാം വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഗൈസ് ഇമ്മാനെ കിട്ടൂലെന്ന് ഇമ്മാക്ക് മനസ്സിലാവും. പക്ഷെ ഇമ്മാന്റെ വീക്ക്നെസ് കയറി പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ കിട്ടും. അവിടെ വീണ് പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല അല്ലേ? എന്നാ എല്ലാരോടും ഇമ്മമ്മക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഇമ്മമ്മ മിണ്ടാ നിക്കാണ്. ഇമ്മമ്മ എന്തേലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ
പിന്നെ ഇമ്മമാരെ എതിരേക്കാണ്. ആ ഇമ്മ അങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ആ കോയിനോ കൊണ്ടുപോയല്ല അപ്പൊ ചേറെ സങ്കടം വരിക. അല്ല ഞങ്ങൾ ഇറച്ചി കൊണ്ടിട്ട് ഇമ്മമാരെ നിർത്താൻ കണ്ടില്ലേ ഇമ്മമ്മ മിണ്ടാതെ നിക്ക. ഞാൻ ആകെ തരിച്ചു എന്താ കാട്ടണ, ഇവിടെ ആണെങ്കിൽ ആകെ പിരാന്തെടുത്ത് നിൽക്കുക കോയിന്. ഇതിപ്പോ എന്താ ഞാൻ കാട്ടുക, ഇത് വെക്കാൻ പറ്റുമോ വെക്കാൻ ഇരിക്കാൻ പറ്റുമോ ഇരുത്താ. ഉമ്മമ്മ ഒരു നിമിഷം ഒന്ന് പകച്ചു പോയി ഇങ്ങനെ നിക്കാണ്. കിടക്കെ ഇത് വെച്ച എടാ കൂട്ടാൻ വെക്കാൻ പറഞ്ഞിട്ട് ഇത് വെച്ച എന്തായാലും ഇവിടെ തിന്നല് നടക്കൂല. ഇത് തൊടുവിലേക്കാരോ ഞങ്ങള് തിന്നു കിട്ടിയിട്ട് വേണ്ടേ കേറിയില്ലേ. അങ്ങനെ ഗായ്സ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു പ്രാങ്ക് ആയി പോയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലും നല്ല പ്രാങ്ക് ഇനി വേണ്ടല്ലേ. പ്രാങ്ക് ഒന്നും വെറുതെ എന്തിനാ ഇടങ്ങേറാക്കണ് അല്ലേ. പണ്ട് പാലത്തും വന്ന് ആ അതന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത്. പാലത്തും വന്ന് ഉമ്മമാനെ പ്രാങ്ക് ചെയ്തത്. അത് ഉമ്മമാക്ക് പ്രാങ്കാന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാവായിട്ടില്ല ഇനി. പക്ഷെ ഇത് ഉമ്മാക്ക് മനസ്സിലായി അല്ലേ. ഉമ്മാക്ക് പ്രാങ്കാന്ന് മനസ്സിലായിനോ? പിന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ നേരെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഞാൻ ഇതില് പറയും ചെയ്തു, ചിക്കൻ പിന്നെ എന്താണ് ചിക്കൻ കുറുമിയും ചിക്കൻ കുറുമി നിന്റെ ഞാൻ വളർത്തുന്ന വീട്ടാണ് കുറുമ ഉണ്ടാക്കുന്നത്. ചിക്കനായിട്ടാണ് കുറുമ ഉണ്ടാക്കണത് ഉമ്മ മനസ്സിലായില്ല. എന്നാ അമ്മമ്മ എല്ലാരോടും നമ്മളെ കുറ്റം പറയല്ലേ ഗായ്സ് എന്ന് പറഞ്ഞില്ലേ. ഗായ് ഞമ്മളിഞ്ഞ കുറ്റം പറയരുത് കുട്ടികൾ. ഗായ് നിങ്ങൾ കുറ്റം പറയരുത്. നമ്മൾ കുട്ടികളെ തമാശ കാട്ടിയതാണ്. കോഴി ഒരു വാങ്ങിക്കാണ്. എന്താ പറയാനുള്ളത്? എന്റെ തരിച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല. അത് കഴിഞ്ഞു. അത് വിട്ട് ആയിക്കോട്ടെ കൊക്കി പറയാ കുട്ടിക്ക് തല്ലോ തല്ലിട്ടി. കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. വണ്ടി എവിടെ നിർത്തിക്കണ നോക്കി. എന്റെ ഉള്ളിലേക്ക് കയറ്റേണ്ട വണ്ടിയാണ് അവിടെ നിർത്തിയിട്ട് പോണത്. അതല്ലേ ആ ചാക്കിൽ കൊണ്ട് മണ്ടണുണ്ടപ്പോ ഉമ്മമ്മ പോയി അറിയണ്ട അവിടുന്ന്. ഞാൻ അവിടെ നിന്നപ്പോഴേ അങ്ങോട്ട് പോയപ്പോ ഞാൻ അവിടെ കൊലയമ്മ അനുവാദ്യം പോയി മൂടൊക്കെ തട്ടിയാണ് പോതും. കോയിനി കൊണ്ട് പായ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാഴ്ച ഒരു തിരിട്ട് കൊടുത്തത്. എനിക്കറിയാം ഒരു തിരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേവുള്ളൂ എന്ന്, ഇവിടെ പൊട്ടിത്തെറിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ചാക്ക് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ പോയത്. ചാക്കിലുണ്ടായിനി കോയി. ചാക്കില് കോയൊന്നുമില്ല. പിന്നെ ഒച്ചട്ടിനോ ചാക്കില് കോയൊന്നുമില്ല. എന്നാ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും എന്താന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തി. കുറ്റായാലും നെഗറ്റീവ് ആയാലും എന്താ നിങ്ങൾ ഇട്ടു രേഖപ്പെടുത്തി. എന്തായാലും നല്ല നെഗറ്റീവ് കമന്റ് ഉണ്ടാവും. അപ്പൊ ഗൈസ് നമ്മൾ ചെറുതായിട്ട് നോക്കിനെ, പക്ഷെ നല്ല രീതിക്ക് ഏറ്റവും സോറി ഗൈസ്. എല്ലാവരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ഗൈസ് ഇമ്മ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അത് ഞാൻ അറിയാതെ എന്റെ കോഴിയാണ് വെച്ച് കരഞ്ഞല്ലേ. ഏതായാലും പുടുത്തം പുട്ട് സങ്കടം ആ കോഴി ഇത്രയും ഉമ്മാക്ക് ഒന്നുമില്ല. ഉമ്മ വെറുതെ ക്യാമറ ഉണ്ടാക്കുമ്പോ ആക്ഷൻ ഇടാണ്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാനവിടെ കൊണ്ട് മേസം വെച്ചിക്കാണ്. അല്ലേ അടുക്കളയ്ക്ക് അതായിരിക്കും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ കറി വെക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയല്ല. കറി നിങ്ങൾ അങ്ങനെ കറിയൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ബൈ 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 ബൈ.